ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന വ്യാജ വോട്ടർ ആരോപണത്തിൽ കേരളത്തിലും ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ പുറത്തു വരികയാണ്. സംസ്ഥാനത്ത് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താമര വിരിഞ്ഞ തൃശൂർ മണ്ഡലത്തിൽ, അതായത് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ജയിച്ചത് കള്ളവോട്ടിലൂടെയാണെന്ന് കോൺഗ്രസും ഇടതുമുന്നണിയും ആരോപണം ഉന്നയിച്ചിരുന്നു. ആ ആരോപണം സാധൂകരിക്കുന്ന തരത്തിലുള്ള ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തൃശൂർ പൂങ്കുന്നത്തെ ക്യാപിറ്റൽ അപ്പാർട്ട്മെന്റിൽ 4C ഫ്ലാറ്റിൽ 9 വോട്ടുകൾ ചേർത്തെന്നാണ് അവിടെയുള്ള താമസക്കാരി പ്രസന്ന എന്ന് പറയുന്ന സ്ത്രീ ദൃശ്യമാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നത്. ആ വീട്ടിൽ ആകെ അവർക്ക് മാത്രമാണ് വോട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള ആളുകൾ ആരാണെന്ന് തനിക്കറിയില്ലെന്നും അവർ പറഞ്ഞു വെക്കുന്നു. എന്തായാലും കേരളത്തിലും ഇത്തരത്തിൽ വ്യാജ വോട്ട് ഉണ്ടായിട്ടുണ്ട് എന്നത് പകൽ പോലെ വ്യക്തമാക്കുന്നതാണ് ഈ സ്ത്രീയുടെ നിർണായകമായ വെളിപ്പെടുത്തൽ. സുരേഷ് ഗോപിയുടെ വിജയം അധാർമിക പ്രവർത്തനത്തിലൂടെ നേടിയതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ച് BJP നടത്തിയ നെറികെട്ട രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തൃശൂരിൽ താമര വിരിയിക്കാൻ കഴിഞ്ഞതെന്ന് കോൺഗ്രസും അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയും ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നു കഴിഞ്ഞു. നേരത്തെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വരെ BJP ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. 65,000-ഓളം പുതിയ വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്നായിരുന്നു BJPയുടെ അന്നത്തെ ജില്ലാ പ്രസിഡന്റിന്റെ അവകാശവാദം. ആ ജില്ലാ പ്രസിഡന്റ് അവകാശവാദം കണക്കെ 65,000 പുതിയ വോട്ടുകൾ ചേർത്ത് എന്ന് പറഞ്ഞതിൽ 90% ഇത്തരത്തിൽ വ്യാജ വോട്ടുകളാണെന്നാണ് ഇടതുമുന്നണിയും കോൺഗ്രസും ആരോപണം ഉന്നയിക്കുന്നത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി പരാജയപ്പെട്ട VS സുനിൽകുമാർ ഇത് സംബന്ധിച്ച് കോടതിയിൽ പോകാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വിവരപ്രകാരം കർണാടകയിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അടക്കം വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേടുണ്ടെന്ന ഗുരുതരമായ ആരോപണം രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ച് തൃശൂരിലെ വോട്ടർ പട്ടികയിൽ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ പരിശോധനയിലാണ് ഈ വലിയ തരത്തിലുള്ള ക്രമക്കേട് കണ്ടെത്താൻ കഴിഞ്ഞത്. BJP 65,000-ഓളം പുതിയ വോട്ടുകൾ ചേർത്തെന്ന് അവകാശപ്പെടുമ്പോൾ ആ ചേർത്ത വോട്ടുകളിൽ 45-നും 60-നും ഇടയിലുള്ള ആളുകളാണ് 90% എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കോൺഗ്രസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പുതിയ വോട്ടുകൾ ചേർത്ത് എന്ന് പറയുമ്പോൾ അത് കന്നി വോട്ടുകളായിരിക്കണം, 18 വയസ്സ് പൂർത്തീകരിച്ച ആളുകളുടെ വോട്ടുകളായിരിക്കണം ഭൂരിഭാഗവും. എന്നാൽ തൃശൂരിൽ അങ്ങനെയല്ല സംഭവിച്ചത്. തൃശൂരിൽ 45-നും 60-നും ഇടയിൽ 90% പുതിയ വോട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഫ്ളാറ്റുകളും അപ്പാർട്ട്മെന്റുകളും കേന്ദ്രീകരിച്ച് പാലക്കാട്, മലപ്പുറം, എറണാകുളം ജില്ലയിലെ സജീവ BJP പ്രവർത്തകന്മാരുടെ വോട്ടുകൾ തൃശൂരിൽ വിജയിക്കുന്നതിനു വേണ്ടി, സുരേഷ് ഗോപിക്ക് വിജയം സമ്മാനിക്കുന്നതിനു വേണ്ടി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ചേർത്തു എന്നാണ്, വോട്ടർ പട്ടികയിൽ ചേർത്തു എന്നാണ് കോൺഗ്രസിന്റെ പരാതി. ഈ പരാതി ഇടതുമുന്നണിയും ഉന്നയിച്ചിട്ടുണ്ടെന്നായാലും പരാതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ DCC അധ്യക്ഷൻ വലിയ ആരോപണം ഉന്നയിച്ചിരുന്നു. ആ ആരോപണത്തിന്റെ ചുവട് പിടിച്ച നിയമ പോരാട്ടത്തിനടക്കം തുടക്കം കുറിക്കുകയാണ് കോൺഗ്രസ്. അതിനൊരുക്കം നടത്തുകയാണ് കോൺഗ്രസ്. കൃത്യമായി വോട്ടർ പട്ടിക പഠിച്ച് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടുകളുമായി ബന്ധപ്പെട്ട ക്രമരഹിതമായ വോട്ടുകൾ ചേർത്തിട്ടുണ്ടോ, വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുണ്ടോ, ഏതെല്ലാം വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പഠിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. കൃത്യമായി പഠനം നടത്തി ഏതെല്ലാം വ്യാജ വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട്, ഈ വോട്ടുകൾ കണ്ടെത്തി കോടതിയെ സമീപിക്കാനാണ് നിലവിൽ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മണ്ഡലത്തിൽ വിജയിച്ചത് ഇപ്പോഴും BJP ക്യാമ്പിനടക്കം വലിയ അത്ഭുതമാണ്. ആ BJP ക്യാമ്പിന് അത്ഭുതം സൃഷ്ടിക്കുന്നത് പ്രധാനമായും ഒരു കാര്യമാണ്. കാരണം ഇടത് വലത് മുന്നണികൾ കാലാകാലങ്ങളായി ജയിച്ചു വന്നിരുന്ന തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി വലിയ പ്രവർത്തനം നടത്താൻ BJPക്ക് കഴിഞ്ഞു. ആ പ്രവർത്തനത്തിന്റെ പരിണിത ഫലമാണ്. അതായത് ഇത്തരത്തിൽ വ്യാജ വോട്ടുകൾ ചേർത്ത് കൃത്യമായി ഫ്ളാറ്റുകളും അപ്പാർട്ട്മെന്റുകളും കേന്ദ്രീകരിച്ച് വ്യാജ വോട്ടുകൾ ചേർത്തതിന്റെ പരിണിത ഫലമായിട്ടാണ് സുരേഷ് ഗോപിക്ക് ജയിച്ചു കയറാൻ കഴിഞ്ഞതെന്നാണ് കോൺഗ്രസ് അടിവരയിട്ട് പറയുന്നത്. കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണത്തിന് ശരിപകരുന്ന തരത്തിൽ, അല്ലെങ്കിൽ ആ ആരോപണം കൂടുതൽ ശക്തമാകുന്ന തരത്തിലാണ് ഇപ്പോൾ പൂങ്കുന്നത്തെ ഒരു ഫ്ളാറ്റിലെ സ്ത്രീയുടെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും. കൂടുതൽ തെളിവുകൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പുറത്തുവിടും. അത്തരത്തിൽ തെളിവുകൾ പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ച നിയമ പോരാട്ടവും രാഷ്ട്രീയപരമായ പോരാട്ടവുമായി മുന്നോട്ടു പോകാനാണ് നിലവിൽ കോൺഗ്രസിന്റെ തീരുമാനം.